മരണാനന്തര ജീവിതം, ആത്മാക്കൾ, മരണാനന്തര ലോകം. അനേകം ആൾക്കാർ ഇതിൽ വിശ്വസിക്കുന്നില്ല, അനേകം ആൾക്കാർ ഇതിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോഴെനിക്ക് മനസ്സിലായി, ഞാൻ പഠിച്ച സയൻസോ എൻ്റെ ഭൗതികശാസ്ത്രമോ, പക്ഷേ ഗാഠ ഉറക്കത്തിലൊന്നുമല്ല, റം സ്ലീപ്പ് എന്ന് പറയും, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പിലാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പം നമ്മൾ ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴും സംസാരിക്കുമ്പോഴും എപ്പോഴും ഈ 5 കോശങ്ങളും കൊണ്ടാണ് നടക്കുന്നത്. പക്ഷെ നമുക്ക് അവസ്ഥാന്തരം ഉണ്ടായി കഴിയുമ്പോൾ ഈ ഒരു കോശം പോകും. സൗത്ത്ഹാംപ്റ്റൺ സർവകലാശാലയിൽ നടത്തിയ 2000 ശിഷ്ടം പേരിൽ മരണപ്പെട്ടു പോയവരുടെ ഒരു പരീക്ഷണങ്ങളായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ന അനുഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ വേർപെടുമ്പോൾ അതേ ഫീലിംഗ് എനിക്ക് കിട്ടുകയാണ്. അത് എപ്രകാരം അങ്ങയുടെ മനസ്സിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നുവോ അപ്രകാരമുള്ള ഫീലിംഗ് എനിക്ക് കിട്ടും. മരണവും മരണാനന്തര ജീവിതവും എന്നും മനുഷ്യന് വളരെ അത്ഭുതങ്ങൾ കൂറുന്ന അറിവുകൾ നൽകുന്ന ഒന്നാണ്. മരണാനന്തര ജീവിതം ഒന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളും, എന്നാൽ അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ വെറും തോന്നലുകളും മണ്ടത്തരങ്ങളും മാത്രമാണ് എന്ന് വാദിക്കുന്ന ഒരു കൂട്ടം ആളുകളും നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ട്. മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊരു അനേകം പഠനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. 30 വർഷക്കാലമായി നമുക്ക് അറിയാൻ കഴിയാത്ത അല്ലെങ്കിൽ നേരിട്ട് അനുഭവിക്കാൻ കഴിയാത്ത മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അത്ഭുതങ്ങളെക്കുറിച്ചുമൊക്കെ റിസർച്ച് നടത്തുന്ന രാധാകൃഷ്ണ പണിക്കർ സാറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സാർ, വെൽക്കം ടു അവാക് മീഡിയ. താങ്ക് യു. ഒരിക്കൽ അവാക് മീഡിയയിൽ വന്നിരുന്നു. അതിനുമപ്പുറത്തേക്ക് പലപ്പോഴും അലക്സാണ്ടർ ജേക്കബ് സാർ ഇൻ്റർവ്യൂവിലൊക്കെ ഈ പേര് രാധാകൃഷ്ണ പണിക്കർ എന്ന പേര് പലപ്പോഴും പറഞ്ഞു പോയിട്ടുണ്ട്. സാർ, ഈ ഒരു മരണാനന്തര ജീവിതം, ആത്മാക്കൾ, മരണാനന്തര ലോകം, ഇതിനെക്കുറിച്ചൊക്കെ ഒരു റിസർച്ച് നടത്തുക എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ പറയും, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നവരെ പറ്റി പറഞ്ഞാൽ ഇയാൾക്ക് ഭ്രാന്താണ്, പൊതുവിലും പറഞ്ഞു പോകുന്ന ഒരു വാചകമാണ്. എന്തുകൊണ്ടാണ് അങ്ങേക്ക് ഈ 30 വർഷക്കാലങ്ങൾക്ക് മുമ്പ് ഈ ഒരു മേഖലയിൽ റിസർച്ച് നടത്തണമെന്ന് തോന്നലുണ്ടായത്? നല്ല ചോദ്യം. അത് ഞാൻ ഉടനെ മറുപടി പറയാം. പക്ഷേ അതിന് മുമ്പായിട്ട് ഒരു കാര്യം അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഇതിൽ അനേകം ആൾക്കാർ ഇതിൽ വിശ്വസിക്കുന്നില്ല, അനേകം ആൾക്കാർ ഇതിൽ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ വേറൊരു ഗ്രൂപ്പുണ്ട്, അവർക്കിതൊന്നും അറിയാൻ മേലാത്തത് കൊണ്ട് അവർ ഈ കാര്യത്തിൽ ഇടപെടാറേ ഇല്ല. അത് ഉണ്ടായിരിക്കും, ആർക്കറിയാം. അതാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ഇതിൽ ഒരു വ്യത്യാസമുള്ള ആദ്യത്തെ ഗ്രൂപ്പിൽപ്പെട്ടവർ, വിശ്വസിക്കാത്തവർ ഈ വിശ്വസിക്കുന്നവരെ അവഹേളിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ദൗർഭാഗ്യകരമാണ്. അതിന് കാരണം ഓരോരുത്തരുടെയും സ്വാനുഭവങ്ങൾ വച്ചാണ് ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറയുന്നത്. സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയും അത് ഇംഗ്ലീഷിൽ. അപ്പോൾ അതങ്ങനെ ഒത്തിരി പേരുടെ, അത് ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാകാം ജനസംഖ്യയിൽ, ഇന്ത്യയിലെ മാത്രം ലോകമെമ്പാടുമുള്ള ജനസംഖ്യയിൽ. അവർക്ക് പല രീതിയിലുള്ള അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ തള്ളിപ്പറയാനായിട്ട് നമ്മളാരാണ്? അതാണ് അതിൻ്റെ ഉത്തരം. 1. 2, ഈ പറയുന്ന കാര്യങ്ങളിൽ ശാസ്ത്രീയമായി ഗവേഷണം ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഉടനെ ചോദിക്കുന്നത് എന്താണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ, തികച്ചും ഭൗതിക ശാസ്ത്രമല്ല നമ്മൾ പറയുന്നത്, പക്ഷേ ലോജിക്കും പരീക്ഷണവും മറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള സമഗ്രമായ അന്വേഷണമാണ് നമ്മൾ നടത്തുന്നത്. ഞാനല്ല സത്യത്തിൽ നടത്തിയിട്ടുള്ളത്. അനേകം വിദേശത്തെ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരും PhD ഉള്ള മനഃശാസ്ത്രജ്ഞരും, അങ്ങനെ അനേകം ആൾക്കാരുടെ ഗവേഷണ റിസൾട്ടാണ് നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ കൂടിയും യൂട്യൂബ് ചാനൽ ഇൻ്റർവ്യൂവിൽ കൂടിയും പുറത്തേക്ക് പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു കാര്യമുള്ളത്, നിങ്ങൾ സന്ദേശവാഹകനെ തല്ലിക്കൊന്നിട്ട് കാര്യമില്ല. നിങ്ങൾ സന്ദേശം പഠിക്കൂ, നിങ്ങൾ സന്ദേശത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറാകണം. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ ഗ്രന്ഥങ്ങൾ തരാം, നിങ്ങളതൊന്ന് വായിച്ചു നോക്ക്. ആ ഗ്രന്ഥം എഴുതിയവരുടെ പശ്ചാത്തലം മനസ്സിലാക്കുക, അവരുടെ ക്വാളിഫിക്കേഷൻസ് മനസ്സിലാക്കുക, അവരുടെ എക്സ്പീരിയൻസ് മനസ്സിലാക്കുക, അവർക്ക് കിട്ടിയുള്ള റിസൾട്ട്സ് പഠിക്കുക. എന്നിട്ട് ഇക്കാര്യത്തിൽ ഒരു ഫ്ലാറ്റ് സ്റ്റേറ്റ്മെൻറ്റോ ഡെപ്ത് സ്റ്റേറ്റ്മെൻറ്റോ എന്ത് നടത്തിയാലും സ്വാഗതാർഹമാണ്. എന്നിരുന്നാലും ഈ 2 ഗ്രൂപ്പുകൾ ഇത് തുടർന്ന് തന്നെ പോകും. പക്ഷേ എൻ്റെ ഒരു ഊഹത്തിൽ, ഇതിനൊന്നും ഡേറ്റ എടുത്തിട്ടില്ല, ഇതിൽ
ആദ്യത്തെ ഗ്രൂപ്പുകാർ കുറഞ്ഞു വരിക. ഇപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ഉള്ള ആൾക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് രോഗാവസ്ഥ, അങ്ങനെയുള്ള അപകടങ്ങൾ അങ്ങനെയുള്ളതൊന്നും കാര്യമായിട്ട് സ്പർശിച്ചിട്ടില്ല. പക്ഷേ ബൈ ദ ടൈം യു റീച്ച് ദ 70-75 വയസ്സായി കഴിയുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കാൻ തുടങ്ങും, അയ്യോ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്. ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ ഡ്രാമയിൽ പറഞ്ഞില്ലേ, ആസ് യു ലൈക്ക് ഇറ്റ്, ലൈഫ് ഈസ് എ സ്റ്റോറി ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് ഫുൾ ഓഫ് ഫ്യൂറി ആൻഡ് സൗണ്ട് സിഗ്നിഫൈങ് നത്തിങ്. ഈ ഒരു ആറ്റിറ്റ്യൂഡിലേക്കാണ് പലരും വരുന്നത്. ഞാൻ എവിടെ നിന്ന് വന്നു, ഞാൻ എങ്ങോട്ട് പോകുന്നു, ഈ ചിന്തകൾ അലട്ടിക്കൊണ്ടിരിക്കും. എൻ്റെ അവസാനത്തിന് ശേഷം എന്തായിരിക്കും എൻ്റെ സ്ഥിതി? അങ്ങനെ വരുമ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ആ കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ ഗ്രൂപ്പ് കുറഞ്ഞു വരികയാണ്. കാരണം അവർ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടാകുകയാണ്. എന്നിരുന്നാലും യുക്തിവാദി സംഘങ്ങൾ, അവിശ്വാസികൾ, നാസ്തികർ, ഇങ്ങനെ പലരും ഈ പറയുന്ന കാര്യങ്ങളെ അധിക്ഷേപിക്കുകയും ചിലരൊക്കെ തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരവാണിത്. നിങ്ങൾ ഈ ഗവേഷണ വിഷയങ്ങൾ വായിക്കണം. ഇത്തരത്തിലുള്ള ഗവേഷണങ്ങൾ നടന്നിട്ടുള്ളതൊന്നും മനസ്സിലാക്കേണ്ടത് പാശ്ചാത്യ ലോകത്താണ്. ഇന്നിപ്പോൾ ചൊവ്വ പര്യവേഷണമാണെങ്കിലും ചാന്ദ്ര പര്യവേഷണമാണെങ്കിലും നമ്മളും കുറേ ഇന്ത്യക്കാരും കുറേ കോൺട്രിബ്യൂട്ട് ഉണ്ട്, ഇല്ലയെന്ന് പറയില്ല. പക്ഷെ പ്രധാനമായിട്ടും പാശ്ചാത്യ ലോകത്തു നിന്നാണ് അത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളിലും സമഗ്രമായ അന്വേഷണം നടത്തിയിട്ടുള്ളതെന്ന് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. എന്തിനേറെ പറയണം, ഒളിമ്പിക്സിലാണേലും ഇപ്പോൾ വേൾഡ് കപ്പ് ഫുട്ബോൾ വരികയാണ്, അതിലൊക്കെ മുന്നോട്ട് നിൽക്കുന്നത് പാശ്ചാത്യ ലോകം തന്നെയാണ്. ഇന്ത്യക്കാർ ചില വിഷയങ്ങളിൽ നമ്മൾ മുന്നോട്ടാണ്. ഇപ്പം IT പ്രൊഫഷണൽസ് ആയിട്ടുള്ള നമ്മൾ ടോപ്പ് ക്ലാസ്സാണ്. ഇന്ത്യക്കാരെ മോശമായിട്ട് പറയില്ല. പല സാഹചര്യങ്ങളും ഉണ്ട്. ഈ കാര്യത്തിൽ ശാസ്ത്രീയ അന്വേഷണം നടത്തിയിട്ടുള്ളത് പാശ്ചാത്യ ലോകത്താണ്. പക്ഷേ പാശ്ചാത്യ ലോകം ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പേ ഇന്ത്യയിലെ ഋഷീശ്വരന്മാർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും യോഗസാധനകളിൽ കൂടി, അഷ്ടാംഗ യോഗസാധനകളിൽ കൂടി അവർ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി വയ്ക്കുകയും. ഈ പാശ്ചാത്യരുടെ സ്റ്റഡി മെറ്റീരിയൽ ആവുക പലപ്പോഴും ഇന്ത്യയിൽ നിന്നുള്ള ഋഷീശ്വരന്മാരുടെ ജീവിതവും അവരുടെ പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും ഉണ്ട്. അത് ന്യൂ വൈൻ ഇൻ ദ ഓൾഡ് ബോട്ടിൽ എന്ന് പറയും. നമ്മൾ കാര്യം മനസ്സിലായില്ലേ? അതാണ് അതിനകത്തെ. അപ്പോൾ അതാണ് പ്രാഥമികമായിട്ട് എനിക്ക് ആ ഒരു സാർ പറഞ്ഞ കാര്യത്തിൽ മറുപടി പറയാനുള്ളത്. അതായത് മരണാനന്തര ജീവിതം അതങ്ങനെയുണ്ടോ, എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. ഇനി അതിനെ സംബന്ധിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും എൻ്റെ കണ്ടുപിടുത്തമൊന്നുമല്ല. ഞാനിത് പക്ഷേ 30 വർഷമായിട്ട് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. എൻ്റെ ചോദ്യം എന്തുകൊണ്ടാണ് ഈ വിഷയത്തിലേക്കുള്ള അങ്ങയുടെ താല്പര്യം? ഐ റിമെമ്പർ ദാറ്റ്. 30 വർഷമായിട്ട് ഞാൻ ആമസോണിൽ നിന്നാണ് പ്രധാനമായിട്ടും, പിന്നെ ഭാരതീയ പൗരാണിക അറിവുകളും ഹിന്ദു വിജ്ഞാനകോശവും ഒക്കെ റെഫർ ചെയ്തിട്ടാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ എഴുത്തെന്ന് പറയുന്നത് 1-2 പേജായിരിക്കും ഒരു പക്ഷേ ഒരാഴ്ച പറ്റുന്നത്. ബാക്കിയുള്ളത് മുഴുവൻ ആവറേജ് 2-3 അവേഴ്സ് നമ്മൾ വായിച്ചതിന് ശേഷം അത് നമ്മുടെ മനസ്സിൽ കിടന്ന് ഉരുത്തിരിഞ്ഞതിന് ശേഷം വിലയിരുത്തിയതിന് ശേഷം മാത്രമേ ഞാൻ എഴുതി പിടിപ്പിക്കാറുള്ളൂ. കാരണം അത് എന്നെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രസിദ്ധിക്ക് വേണ്ടിയിട്ടോ പണത്തിന് വേണ്ടിയിട്ടോ ചെയ്യുന്ന കാര്യങ്ങളേ അല്ല. എനിക്ക് ഫോർച്ചുനേറ്റ്ലി കുറേ നാൾ ഞാൻ വിദേശത്തുണ്ടായിരുന്നു, സമയമുണ്ട്, എൻ്റെ കുടുംബത്തിൽ നിന്നുള്ള കംപ്ലീറ്റ് സപ്പോർട്ടുണ്ട്. അല്ല ഇന്ന് ഇവിടെ വരാൻ പോലും പറ്റിയില്ല, മഴ ഉള്ള ദിവസമായതുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഈ പാത ഞാൻ സൃഷ്ടിച്ചെടുത്തത്. ഇതിന് ഉണ്ടാകാനുള്ള കാരണം, ഞാൻ വെസ്റ്റ് ആഫ്രിക്കയിൽ നൈജീരിയയിൽ ജോലി ചെയ്തേ. അപ്പം എനിക്ക് കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർ വലിയ പ്രതീക്ഷകളോടാണ് എന്നെയും 1-2 ഇന്ത്യക്കാരെയും കുറച്ച് ശ്രീലങ്കൻസിനെയും കൂടെ റിക്രൂട്ട് ചെയ്ത് എല്ലാവിധ സൗകര്യങ്ങളും തന്ന്. അധ്യാപകനായിരുന്നു ഞാൻ. ശാസ്ത്ര അധ്യാപകനാണ്. മെയിനായിട്ട് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മാത്തമാറ്റിക്സ്, ഫിസിക്സ്, ശാസ്ത്ര വിഷയങ്ങൾ, കെമിസ്ട്രി എല്ലാം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്കൊരു നല്ല ലാബറട്ടറി ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ സയൻസിൻ്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പിന്നെ അവിടെ അഗ്രികൾച്ചറൽ ലാബറട്ടറി എന്ന് പറഞ്ഞുകൊണ്ടുണ്ട്, അങ്ങനെയുള്ള പൗൾട്രി അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുഴുവൻ മേൽനോട്ടം വഹിച്ച് നമ്മൾ വർക്ക് ചെയ്യണം. അവിടുത്തെ സ്വദേശികളായിട്ടുള്ളവർ അത്രയൊരു ഉത്സാഹമുള്ളവരല്ല നമ്മൾ വേണം. അപ്പോൾ അവർക്ക് അവരൊരു മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട ഇതാണ്. A-ലെവൽ സ്കൂളാണ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ +2 ലെവലിൽ. പക്ഷേ ആ A-ലെവൽ എന്ന് പറഞ്ഞാലും സത്യത്തിൽ ഇവിടുത്തെ ഗ്രാജുവേറ്റ് ലെവലിലെ സിലബസാണ്. അവിടെ അവരുടെ അബദ്ധത്തിൽ എസ് സിലബസ് എന്ന് പറഞ്ഞ ഒരു സിലബസിനാണ് ഓപ്റ്റ് ചെയ്ത്. ഇത് 1960
ഒരു 83 കാര്യമാണ് ഞാൻ പറയുന്നത്, 82. അങ്ങനെ ഞാൻ ഒരു ശാസ്ത്രാധ്യാപകനായി ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം എൻ്റെ ഉള്ളിലും അല്പം ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഇത് ശാസ്ത്രമാണ്, എല്ലാം ശാസ്ത്രത്താൽ എനിക്ക് തെളിയിക്കാൻ സാധിക്കും, ശാസ്ത്രം ഇത്രയും ബൃഹത്താണല്ലോ, നല്ല പഠിച്ചാലേ അത് നമുക്കും അവരെ പഠിപ്പിക്കാൻ ഒക്കുള്ളൂ. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ 1-2 ശ്രീലങ്കൻസ് ഉണ്ട്, മിടുക്കരായ അധ്യാപകർ. അപ്പോൾ ഞങ്ങളിരുന്നെങ്കിൽ ഇതൊക്കെ സംസാരിക്കുക. അവരും പ്യുവർ റേഷണലിസ്റ്റാണ് പറയുന്ന പോലെ. അപ്പോൾ ഞാനൊരു നാസ്തികനായിരുന്നു. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ അല്പം കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള ഒരാളായിരുന്നു. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇതിനെയൊക്കെ എതിർത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ബന്ധു പെട്ടെന്ന് മരിച്ചുപോയി. അപ്പോൾ ഇത് 1982 കാലങ്ങളാണെന്ന് ഓർക്കണം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയണത് വളരെ ബുദ്ധിമുട്ടാണ്. സാറ്റലൈറ്റ് ഫോൺ അങ്ങനെ ഒരു സമ്പ്രദായമായിരുന്നു. കുറച്ച് അകലെ പോയി വേണം വിളിക്കാനൊക്കെ ആയിട്ട്. വിളിച്ചാൽ തന്നെ ഞങ്ങളുടെ നാടൊരു വില്ലേജാണ്, അവിടെ കിട്ടുമൊന്നുമില്ല. പിന്നെ ഒരു പോസ്റ്റ് ഓഫീസുണ്ട്, ഒച്ചത്തിൽ പറയണം, ട്രങ്ക് കോൾ ബുക്ക് ചെയ്തിട്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ടെലഗ്രാം കിട്ടി, എൻ്റെ ഈ വളരെ അടുത്ത ബന്ധുവാണ് മരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ വളരെ ഡിവാസ്റ്റേറ്റഡ് ആയിപ്പോയി. കാരണം ഞാനുമായിട്ട് വളരെ അടുപ്പമുള്ള മറ്റു ചില കാര്യങ്ങളും ഇടപാടുകളും ഉണ്ടായിരുന്നു അദ്ദേഹമായിട്ടൊക്കെ. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാൻ മേലാതെ ഇതികർത്തവ്യമൂഢനായിട്ട് ഇരുന്നു പോയി. അപ്പോൾ എനിക്ക് പരീക്ഷയ്ക്ക് പിള്ളേരെ പ്രിപ്പയർ ചെയ്യണം, അതിൻ്റെ പ്രഷറുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അപ്പോൾ അറിയാമല്ലോ, ഒരു മരണം നടന്നു കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും 24 മണിക്കൂറിന് ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ വൈഫ് കൂടെയുണ്ട്, എനിക്കൊരു കൊച്ചു കുഞ്ഞും ഉണ്ട് ആ കൂട്ടത്തിൽ. ഞാനിങ്ങനെ എനിക്ക് രാത്രി സ്വപ്നങ്ങൾ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഈ സ്വപ്നങ്ങളെന്ന് പറയുന്നത് ഈ എൻ്റെ ബന്ധുവിൻ്റെ ക്രിമേഷനെ സംബന്ധിച്ചിട്ടുള്ള സ്വപ്നമാണ് കിട്ടുന്നത്. പക്ഷെ അതിനകത്ത് ഇച്ചിരി ടെക്നിക്കാലിറ്റിയുള്ള സ്വപ്നമാണ്. എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചിത കത്തിയെരിയുന്ന ഒരു വിഷ്വലാണ് സ്ഥിരം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക രാത്രിയിൽ. അത് ആ ഫ്ലെയിംസൊക്കെ നല്ല ഓർമ്മയാണ്. ഇപ്പോഴും അത് സംസാരിക്കുമ്പോൾ എനിക്ക് ആ ഓർമ്മകൾ വരുന്നുണ്ട്. ഏത് രീതിയിൽ കത്തുന്നു, എങ്ങനെയാണ്, ചുറ്റും കുറേ ആൾക്കാരുണ്ട്, മരങ്ങൾ, ഇതൊക്കെ. പക്ഷേ ഈ ആൾക്കാരെ ആരെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. മുഖങ്ങളൊന്നും, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, പ്രായമായിട്ടുള്ളവരുണ്ട്. മരങ്ങളൊക്കെ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. റബ്ബർ മരം ഉണ്ടായിരുന്നു, അതിൽ 1-2 എണ്ണം വളരെ പൊക്കമുള്ളതായിരുന്നു. ശരി, എന്തൊരു ഏർപ്പാടാണെന്ന് ഞാൻ ഡിപ്രഷനിലേക്ക് മാറി. പക്ഷേ ഈ സ്വപ്നങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അതിനോടെ എൻ്റെ ജോലി സംബന്ധമായ വർക്കും എനിക്ക് നാട്ടിലോട്ട് പോകാനും പറ്റില്ല. കാരണം ഞാൻ നാട്ടിൽ നിന്ന് പോയിട്ട് വന്നിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. പിന്നെ അവിടുന്ന് പോകണമെന്നുണ്ട്, റിസൈൻ ചെയ്ത് പോകുക എന്നുള്ളതേ പറ്റുള്ളൂ. അതിനും ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം നമുക്ക് അവരുമായിട്ട് കോൺട്രാക്റ്റ് ബേസിലുള്ള ജോലിയാണ്. അപ്പോൾ പോകാൻ പറ്റില്ല. ഞാൻ പിന്നെ ടെലഗ്രാം അടിച്ചു, ഇങ്ങനെ വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം എനിക്ക് തോന്നി ഞാനിതൊന്ന് പഠിക്കണം, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളത്. ഇന്ത്യയിലെ ഒരു കോണിൽ ഒരു മരണം സംഭവിക്കുന്നു, ആഫ്രിക്കയുടെ ഒരു കോണിൽ ഇരുന്ന് അങ്ങേക്കത് സ്വപ്ന ദർശനം. അല്പം റിമോട്ട് ഏരിയ ആയിരുന്നു ഞാൻ ജോലി ചെയ്യുന്നത്. പക്ഷെ അതൊരു നല്ല ടൗണുമായിരുന്നു, അവിടെ ചെന്ന് വിട്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് ഗവേഷണം ചെയ്തു. അങ്ങനെ ഗവേഷണം ചെയ്ത് ഞാൻ പിന്നെ ദക്ഷിണാഫ്രിക്കയിൽ പോയി, അവിടെയും ജോലി ചെയ്തു. അതിനോടകം ഞാൻ എന്താ പറയുക, റിട്ടയർ ചെയ്യാനായിട്ടുള്ള പ്ലാൻ ഇട്ടു. പക്ഷേ ഈ സംഭവം റിട്ടയർ ചെയ്യുന്നത് 18 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ എനിക്കറിയില്ല ഈ സംഭാഷണം നീണ്ടുപോകുമോ എന്നുള്ളത്. പക്ഷേ എനിക്ക് എന്നെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഒരു ചോദ്യത്തിന്, ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് അതിനോട് പറഞ്ഞു. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ എൻ്റെ മരിച്ചുപോയ ബന്ധുവിൻ്റെ മദറിൻലോ മരിച്ചു. അപ്പം ഞാനന്ന് തൃശ്ശൂർ ഒരിടത്തായിരുന്നു. പെട്ടെന്ന് എനിക്ക് വിളിച്ചിട്ട് ഈ മദറിൻലോ മരിച്ചു, ഉടനെ പറഞ്ഞു. ഞാൻ തിരിച്ച് ഡ്രൈവ് ചെയ്ത് ഞാനൊരു തൃശ്ശൂരിൽ നിന്ന് ഞാൻ ഈ പറയുന്ന സ്ഥലത്തെത്തി. ഇതിൻ്റെയൊക്കെ ഐഡൻറ്റിറ്റി ആൾക്കാരുടെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടായി. അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ചെന്ന് കയറിയ ഉടനെ ഈ സ്വപ്നത്തിൽ കാണുന്ന സീനാണ് ഞാൻ കാണുന്നത്. ആ സെയിം സീൻ 18 വർഷങ്ങൾക്ക് ശേഷം ആ സെയിം സീൻ, ആ റബ്ബർ മരം, ആ ഫ്ലെയിംസ്, ഈ ഫ്ലെയിംസിൻ്റെ ആകൃതി മാറിക്കൊണ്ടിരിക്കും ഓരോ മിനിറ്റ് തോറും. വിറക് കത്തുന്നതനുസരിച്ചാണ് അതിൻ്റെ പൊക്കവും ആളിക്കത്തലും ഒക്കെ. പക്ഷേ സ്വപ്നത്തിൽ കണ്ട അത്രയും ഫ്ലെയിംസാണ്. ഒരൊറ്റ പിന്നീട് എനിക്ക് മനസ്സിലായി, ഒറ്റ കാര്യമേ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. ഇവിടെ വെച്ചാണ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾ എന്താ പറയുന്നത് ചിതയിൽ വെച്ച് ദഹിപ്പിക്കപ്പെട്ടത്.
എന്നുള്ളതായിരുന്നു അതിൻ്റെ സന്ദേശം. പക്ഷേ സംഗതി ഇതാ കാണുന്നത്. ഓക്കെ, അപ്പോഴെനിക്ക് മനസ്സിലായി ഞാൻ പഠിച്ച സയൻസോ എൻ്റെ ഭൗതികശാസ്ത്രമോ അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുന്നത് ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഞാൻ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുക, 18 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ആ ബന്ധുണ്ടല്ലോ, അത്രയും അടുത്ത ബന്ധു, ആ സോളിൻ്റെ കളിയാണ് ഈ 18 വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മളെ ആ വിഷ്വൽ കാണിച്ചിരുന്നതെന്ന് വിശ്വസിക്കുന്നു. അല്ല, അതിൻ്റെ എക്സ്പ്ലനേഷൻ അങ്ങനെയല്ല. അതിൻ്റെ എക്സ്പ്ലനേഷൻ ആ വേർപെട്ടു പോയ ആളിന് ആ സമയത്ത് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നെ കാണണം എന്നുള്ളത്. ഓക്കെ, കാരണം ഞാനുമായിട്ട് മറ്റേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു. പുള്ളി ഇട്ടേച്ച് പോകുന്ന ഒരു കുടുംബത്തെയാണ്, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. പ്രൊജക്റ്റ് ചെയ്യുന്ന സംപ്രേഷണം ചെയ്യുകയാണ്. സാധാരണ രീതിയിലുള്ള ടെലിവിഷൻ സംപ്രേഷണമോ റേഡിയോ സംപ്രേഷണമോ അല്ല, ഇത് ആത്മീയ സംപ്രേഷണമാണ്. അങ്ങനെ എന്നെ ഈ സീൻ കാണിച്ചു തരികയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നീട് ഈ വേർപെട്ടു പോയ ആൾ പലപ്പോഴും എന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായി. കുറേ നാളുകൾ ചില ബുദ്ധിമുട്ടുകളിലായിരുന്നു എന്നുള്ളതും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അതൊന്നും ആരോടും പറയാൻ പറ്റില്ല. ഈ ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ പോലും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് വട്ടാണെന്നേ പറയുള്ളൂ, ഹാലൂസിനേഷനാണെന്ന് പറയും. പക്ഷേ ഈ 26, 10, 36, 44 വർഷത്തിന് ശേഷം എനിക്കെന്തിനാണ് അതിനെക്കുറിച്ച് ഹാലൂസിനേഷൻ? അല്ല, ആ സോൾ എങ്ങനെയാണ് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്ന അന്ന് വരെ സ്വപ്നം വഴിയായിരുന്നു. ഓക്കെ, പിന്നീട് രാത്രിയിൽ ചില അപ്പിയറൻസ് ഉണ്ടാവും എൻ്റെ മനസ്സിൽ. അതും സ്വപ്നം തന്നെ എന്ന് പറയാം. പക്ഷേ ഗാഠ ഉറക്കത്തിലൊന്നുമല്ല. റം സ്ലീപ്പ് എന്ന് പറയും, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പിലാണ് നമുക്കിത് കിട്ടുന്നത്. നമ്മുടെ ഉപബോധ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായ ചില ബുദ്ധിമുട്ടുകളിൽ കൂടിയാണ് അത് പോകുന്നതെന്നുള്ളത്. പക്ഷേ അത് നമുക്ക് തീർത്തും കൺവിൻസ്ഡ് ആകാൻ പറ്റില്ല. അത് നമ്മുടെ ഉള്ളിലെ തോന്നലാകാം, ഇതൊക്കെയാകാം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് പഠിച്ചേ പറ്റുള്ളൂ. പിന്നീട് എനിക്ക് മനസ്സിലായി ഇത് സാധാരണ സംഭവങ്ങളാണ്, പാരാസൈക്കോളജിക്കൽ ഇവൻ്റാണ് ഇതൊക്കെ. പിന്നെ നമ്മൾ പറയുമല്ലോ ഭൂഭുവർ മഹർസ്വർ ജന തപ സത്യലോകങ്ങൾ എന്ന് പറയുമല്ലോ. കാരണം നമ്മളുടെ ശരീരം വേർപെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ എഥീരിയൽ ബോഡി, ആത്മീയ ശരീരം, അതിൽ മനസ്സുമുണ്ട്. മനസ്സ് ഈ ആത്മാവെന്ന് പറയുന്നതിന് പകരം ചൈതന്യം എന്ന് പറയുന്നതായിരിക്കും ശരി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആത്മാ എന്ന സംസ്കൃത വാക്കിൻ്റെ മലയാള വേർഷനാണ് ആത്മാവ്. ഈ ആത്മാവെന്ന് പറയുന്നത് കൊണ്ടാണ് ഈ പല ഭൗതികവാദികളും നിരീശ്വരന്മാരും ഒക്കെ ആ വാക്കിൻ്റെ കെയർ ഓഫിലാണ് അപഹേളനം വരുന്നതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതേസമയം ചൈതന്യം എന്ന് പറഞ്ഞാൽ എന്തോ ഈ ചൈതന്യം നിങ്ങൾ പറഞ്ഞു നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാനൊക്കും. ബോധം, ബോധാംശം, അങ്ങനെ രണ്ട് കാര്യങ്ങൾ. നമ്മൾ എല്ലാവരിലും ബോധം എന്ന് പറയുന്ന ഒരു 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 വെർച്വൽ ആൻഡ് സബ്ജക്റ്റീവ് ഫീൽഡാണ്. വെർച്വൽ ആൻഡ് സബ്ജക്റ്റീവ് ഫീൽഡ്. സയൻസ് അറിയാവുന്നവർക്ക് അറിയാനൊക്കെ അതിൻ്റെ അർത്ഥം എന്താണ്. ഇത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. എന്ന് വെച്ച് ഒരു ഹാർട്ട് സർജൻ ഹാർട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവരിതൊന്നും കണ്ടിട്ടൊന്നുമില്ല. ഇത് വേറൊരു തലത്തിൽ കിടക്കുന്ന, ഇത് ഭൗതിക ശരീരം നഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്കതിനെ തിരിച്ചറിയാനൊക്കൂ. ഈ മനസ്സും ആത്മാവും രണ്ടാണോ? പിന്നെ ആത്മാവിൻ്റെ പുറത്തുള്ള ഒരു ആവരണമാണ് മനസ്സ്.